രാമ കഥ തുറക്ക്. ചേട്ടൻ രാത്രി 10 മണിക്കേ വരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നല്ല വേർക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? നീ ബാക്കി നടന്ന കാര്യങ്ങളൂടെ പറ. അയ്യര് സംഘം ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം അവളെ ധരിപ്പിക്കണമെന്ന് എനിക്ക് ഒരേ ടെൻഷൻ. പക്ഷെ ഒരു കാരണം ഒത്തു കിട്ടണ്ടേ? ഒടുവിൽ ഒത്തു കിട്ടി. അതെ, പിന്നെ ലൈറ്റ് പോയി. ഒരു വിളക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇരിക്ക്. ഇയാളിങ്ങോട്ട് ഇരിക്കേ. ചേട്ടൻ എന്താ എന്നെ വിളിച്ചേ? ഇയാളെന്നോ? ചേട്ടൻ അങ്ങനല്ലല്ലോ എന്നെ വിളിക്കാറ്. ഇരിക്കടോ. അയ്യോ, ഇതിന് വട്ടാ. എന്താ 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 പറഞ്ഞ? ഇതിന് വട്ടാന്ന്. അയ്യോ, എനിക്ക് പേടി എങ്ങനെ ഇരിക്കാൻ. പിശാടി ചേട്ടൻ അങ്ങനെ വന്ന എന്നെ വെച്ചേക്കല്ല. അയാളോട് പോകാൻ പറ. ചേട്ടനല്ലേ പറഞ്ഞു എല്ലാരും ഒരുപോലെ സ്നേഹിക്കണം, അനുസരിക്കണം എന്നൊക്കെ? അത് അന്ന് പറഞ്ഞല്ലേ. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എന്ന് മാത്രമല്ല, അവന്മാരെ അത്ര അടുപ്പിക്കുകയും വേണ്ട. എല്ലാ ആവശ്യവും എന്നോട് പറഞ്ഞാ മതി. ഞാനല്ലേ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. അയ്യോ, പാല്. എനിക്കൊരാളെ ഒറ്റക്കിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ പിശാടി ചേട്ടൻ. നോക്കിക്കോ, അനുഭവിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം. ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായേനെ. വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനെക്കൂട്ടെ, എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണെങ്കിൽ നീ കൊടും ചെറ്റയാ. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട്, കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ. യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ. ഗരുഡൻ ചൊന്നത്. ആരാ ഇരിക്കണ്ടാത്തരുന്നത്? നീ. എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോട് തോൾ ഉരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴിയുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല. മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്. പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വിശാരടി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തന്റെ ജ്യോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്ന് ബോധ്യമായി. നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലൊരു നേരികക്ഷിയല്ല. ചിത്തിര നക്ഷത്രം. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ ഓമനക്കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ. താൻ വേണേ പൂട്ട്. വേണമെങ്കിലോ? രാമ, വാ വാ.
ആ കിടന്നോ. അയ്യോ ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുക. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. ആ കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തുകൊണ്ട് ശേഖരിച്ചോണം. അവസാനം നിരാശയ്ക്ക് ഇടവരരുത്. ഇയാള് കിടക്കാൻ പോവാ? ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. അതെന്താ? ഞാണല്ലേ. ഓ വലിയൊരാണ്. ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട് വേണ്ട. വിശാരിച്ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ വേലക്കാരന് നിലത്തിരിക്കാമല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ? ചിരിച്ചു. ഇല്ല ഒരിക്കൽ കൂടി. ശരി. രാമനാണല്ല. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡി ആയിക്കോ, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു. അവന്മാരോട് പറയണ്ട. ചേട്ടന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. അതെന്താ? എത്ര നേരമായിട്ട് ചവിട്ടുക? കിതക്കുന്നേ ഇല്ല. ഞാനങ്ങനെ പിഷാരടിയോ ചെറിയാനോ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇയാൾക്കൊരു പ്രത്യേക വാസന. എന്ത് വാസന? അയ്യോ ആനച്ചെവി. ചേട്ടാ ഓ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടോ? ഏയ് ഇയാള് വലിയ ആണാന്ന് പറഞ്ഞിട്ട് ആണിന്റേതായിട്ടുള്ള ഒരു വെയിറ്റും ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇരുത്തി ചവിട്ടി പരിചയമില്ലെന്ന് തോന്നുന്നു. എന്താ? ചേട്ടൻ സൈക്കിളല്ല ചവിട്ടുന്നത്, എന്നെയാ. ചേട്ടൻ പുറകിലോട്ടിരി, വേണമെങ്കിൽ ഞാൻ ചവിട്ടാം. അതെന്തായാലും വേണ്ട. ഇയാളെ ഇങ്ങനെ മുമ്പിലിരുത്തി ഇങ്ങനെ പുറകിലിരുന്ന് ചവിട്ടുന്നതാണ് അതിന്റെ ഒരു സുഖം. ഇയാളെ കൊണ്ട് നടന്നു, ഞാൻ ഇപ്പൊ വരാം. ചേട്ടൻ എങ്ങോട്ട് പോവാ? ഞാൻ ഇയാൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകും. എന്ത് സമ്മാനം? അത് സസ്പെൻസ്. ഇയാൾ കൊണ്ട് നടന്നോ, ഞാൻ ഇപ്പൊ വരാം. മുല്ലപ്പൂ. ഏയ് പൂ. അസ്സലാമലൈക്കും റസാഖേ. വാലൈക്കും സലാം. കച്ചവടമൊക്കെ എങ്ങനെ? തിരക്കില്ല സാർ, ഇനി സീസൺ വരണം. അത് ശരി. സാറിന്റെ പതിവില്ലാതെ എന്റെ വീട്ടിൽ ജോലിക്ക് ചെന്നിരുന്ന ഒരു പയ്യനെ റസാഖിന് ഓർമ്മയുണ്ടോ? ഒരു വെളുത്ത പയ്യനല്ലേ? അവന്റെ തൊലി മാത്രമേ വെളുപ്പുള്ളൂ, ബാക്കിയൊക്കെ പ്രശ്നമാണ്. എന്ത് പറ്റി സാർ? അവൻ എന്നെ പറ്റിച്ചിട്ട് പൊയ്ക്കളഞ്ഞു. എനിക്കിപ്പോ അവനെ ഒന്ന് തപ്പണം.
രാവിലെ എത്ര മണിക്ക് വിളിക്കണം? രാവിലെ തട്ടാം, അപ്പൊ തുറന്നാ മതി. ആ ഈ വേഷം നല്ല ചേർച്ചയുണ്ട്. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം, ആരോടും പറയണ്ട. ഞാനൊരു സത്യം പറയട്ടെ, നീ ഒരു സുന്ദരി കുട്ടിയാ. ഓ, എന്തൊരു ചിരിയാ ഇത്. പൊന്നുംകുടത്തിന് പൊട്ടു വേണ്ടെന്നാ പറയാറ്, പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്ക് ഒരു പൊട്ടു വേണ്ടേ? ഇനി എന്നോടെന്തെങ്കിലും പറ. എന്തിനാ രാമനായിട്ട് ആൺവേഷത്തിൽ? അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ ചോദിച്ചോണ്ടാണോ? ഇനി ചോദിച്ച ഞാൻ ഇവിടുന്ന് പോവും. അയ്യോ, പോകണ്ട. ഇനി ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയില്ല, പോരെ? ഞാൻ എന്ത് പേരാ വിളിക്കേണ്ടത്? രാമാന്ന് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. ഞാനൊരു പേര് വിളിക്കട്ടെ? മുയൽക്കുട്ടി. കൊള്ളാവോ? പൂ ഇഷ്ടമാണോ? ഞാൻ വെച്ച് തരട്ടെ? അയ്യോ, ഇത് എവിടെ, എങ്ങനെ വെക്കും? നല്ല തമാശ. ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഞാൻ തൊട്ടത് ഇഷ്ടമായില്ലല്ലേ? പിന്നെ പിന്നെന്താ ഇഷ്ടം? സംസാരിച്ചോണ്ടിരിക്കാം വെളുക്കോളം. എന്നാ സംസാരിച്ചു തുടങ്ങാം, കുറച്ച് സമയമുള്ളൂ.